ഹലോ കൂട്ടുകാരെ, ഇതാണ് കേട്ടോ നമ്മുടെ 2023 ആപ്പെ ക്ലാസിക് വണ്ടി. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, എൻ്റെ വണ്ടിയുടെ ഓയിൽ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുമെന്നും പറഞ്ഞ്. അപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ കുറേ കമൻറ്റുകൾ വന്നു. നിങ്ങളുടെ വണ്ടിയുടെ ഓയിൽ സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്, അത് മാറണം. ഇതാണ് കേട്ടോ ആ വീഡിയോയിൽ ചേർത്തിരുന്നൊരു ഭാഗം. ഓയിൽ സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്, അത് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലം മാറും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കമൻറ്റുകൾ വന്നു. ആ കമൻറ്റുകളൊക്കെ പറഞ്ഞു തന്ന ചേട്ടന്മാർക്കൊക്കെ നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇന്ന് നമ്മുടെ വണ്ടിയുടെ 75,000 കിലോമീറ്ററിൻ്റെ സർവീസിന് ഇന്ന് പോകാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ പോയി കഴിയുമ്പം നമ്മുടെ ഓയിൽ സ്വിച്ചൊക്കെ മാറണമെന്ന് കരുതിയാണ് പോകുന്നത്. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഡീസൽ ഫിൽറ്ററും കൂടെ മാറേണ്ടതായിട്ടുണ്ട്. കാരണം കയറ്റം കയറുമ്പോൾ നമുക്ക് പറവരാന്നൊരു പൊട്ടൽ പോലെ ഒരു ഫീലിങ്സ് നമുക്ക് വരുന്നുണ്ട്. ഫസ്റ്റിലും സെക്കൻഡിലും മാത്രമാണ് കേട്ടോ. വണ്ടിക്ക് ചെറിയൊരു വലിയ കുറവ് പോലെയും നമുക്കൊരു തോന്നുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ഓയിൽ സ്വിച്ച് എന്ന് പറയുന്നത്. അറിയാൻ പാടില്ലാത്തവരൊന്ന് ശ്രദ്ധിച്ചോളുക. ഇതാണ് കേട്ടോ ഓയിൽ സ്വിച്ച്. അപ്പം ഈ സ്വിച്ചിൻ്റെ ഉള്ളിലൂടെ ഓയിൽ പാസ് ചെയ്യുന്ന എന്തോ സംവിധാനമുണ്ട്. അപ്പോൾ അതിനെന്തോ തകരാറ് സംഭവിച്ചുകൊണ്ടാണ് നമ്മുടെ ഓയിൽ ലൈറ്റ് തെളിയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് മാറിക്കളയാന്ന് ഓർത്ത് നമ്മുടെ ആശാനോട് പറഞ്ഞ് നമ്മൾ ഓയിൽ സ്വിച്ച് അഴിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പകരം പുതിയ സ്വിച്ച് ഓർമ്മ മേടിച്ചിട്ടുണ്ട്. ഏകദേശം 216 രൂപയാണ് കേട്ടോ നമുക്ക് ഷോറൂമിൽ ഈ സ്വിച്ചിൻ്റെ വില വരുന്നത്. ഇതാണ് കേട്ടോ പുതിയ ഓയിൽ സ്വിച്ച്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് നമുക്കൊന്ന് ഓടിച്ച് നോക്കേണ്ടി വരും വണ്ടി കുറച്ച് നാൾ, എങ്കിൽ മാത്രമേ ഇതിൻ്റെ കംപ്ലയിൻറ്റ് മാറിയോന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഓയിലും മാറി ഡീസൽ ഫിൽറ്ററും മാറി നമ്മൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ. ഇനി അതിൻ്റെ